മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് കർത്താവിനും അമ്മ മാതാവിനും ആയിരം സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് സരസൻ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ ഒരു സഹോദരിയാണ്. ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കാസർഗോഡ് മരിയാഭവൻ എന്ന് പറയുന്ന വൃദ്ധസദനത്തിൽ ശുശ്രൂഷകനായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ 2024 8-ാം മാസത്തിലാണ് ഞാനിവിടുന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ദിവസം തന്നെ അമ്മയെ പ്രദക്ഷിണം കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അന്നെനിക്ക് മനസ്സിലായി അമ്മ മാതാവ് എന്നോടൊപ്പം തന്നെ ഉണ്ടെന്ന്. പക്ഷേ ഞാനിവിടെ നിന്ന് പോയി എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരവസരവും വൃദ്ധസദനത്തിൽ കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം വളരെ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഇതിന് മാത്രം പാപം ഞാൻ എന്താണ് ചെയ്തത്? എൻ്റെ നാട്ടിലോട്ട് ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എനിക്ക്. എൻ്റെ ബന്ധുമിത്രാദികളും മറ്റുള്ളവരെല്ലാം എന്നോട് വെറുപ്പോടും പ്രദ്വേഷത്തോടുമാണ് കാണുന്നത്. ചെന്ന് കയറാനൊരു ഭവനം പോലും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ ഞാനിനി എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ 3-ാമത്തെ ദിവസം ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ഇനി നിങ്ങൾ അവിടെ നിൽക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുതരാം, നിങ്ങൾ ഉടൻ തന്നെ നാട്ടിൽ വരണമെന്ന്. അങ്ങനെ ഞാനതത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷേ ഒരു 2 ആഴ്ചക്കുള്ളിൽ നാട്ടിൽ വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ച് നിങ്ങളിവിടെ വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ എനിക്ക് സ്വന്തമായ ഒരു ഫ്ലാറ്റും അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന് എനിക്ക് യാത്ര ചെയ്യാൻ ഒരു സ്കൂട്ടിയും വാങ്ങിത്തന്നു. അങ്ങനെ എൻ്റെ പ്രാർത്ഥന വളരെ കാര്യമായ രീതിയിൽ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ മുന്നോട്ട് നയിക്കുകയാണ്. രാവിലെ വെളുപ്പിനെ ഒരു 2 മണി 3 മണിക്കിടയിൽ ഞാൻ എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അങ്ങനെ അരമണിക്കൂർ കൂടുതൽ ബൈബിൾ വായിക്കും. ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് എന്നിട്ട് വിശ്വാസപ്രമാണം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എല്ലാത്തിലും വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി ഓരോ വ്യക്തികൾക്കും കൊണ്ട് നടന്ന് കൊടുക്കും. തൈലം കൊണ്ടുവന്ന് തളർവാദ രോഗികൾക്ക് കൊണ്ടുവന്ന് പുരട്ടി കൊടുക്കും. അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്ക് വരുമാനം എന്ന് പറയുന്നത് എൻ്റെ വാർദ്ധക്യ പെൻഷൻ മാത്രമാണുള്ളത്. അങ്ങനെ ഈ കൂട്ടുകാരൻ എന്നെ സഹായിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല ഇതെന്താ അവൻ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണമൊന്നും അറിയത്തില്ല. പക്ഷേ ഈ ഒരു ഉപകാരം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ അമ്മ മാതാവിനോട് മറക്കാൻ കഴിയത്തില്ല. പക്ഷേ അന്ന് മുതലുള്ള എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലാണെങ്കിൽ വരുമാനവുമില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥനയും കാര്യമായിട്ട് നടക്കുന്നതിനിടയിൽ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു, എൻ്റെ വലത് കാല് സുഖമില്ലാതാകുന്നതായിട്ട്. ഞാൻ രാവിലെ നോക്കുമ്പോൾ കാലിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു 4 ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ വലതുകാല് എനിക്ക് താഴെ തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കാണെങ്കിൽ ആശ്രയത്തിന് ആരുമില്ല. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തരാൻ പറഞ്ഞു. എന്തായാലും ഞാൻ പോയി എൻ്റെ ദിനകൃത്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു. രാവിലെ ഞാനൊരു ഓർത്തോ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, കാല് മൊത്തം പഴുത്ത് ഇൻഫെക്ഷനായി പോയി, ഇനി എന്താ ചെയ്യുക? ഈ കാല് മുകളിൽ കെട്ടിയിടണം. ഞാൻ പറഞ്ഞു, ആരാ കെട്ടിത്തരുന്നത്? എനിക്ക് ആരുമില്ല. അതുകൊണ്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും നോർമലല്ല. എങ്കിൽ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ ഭവനത്തിൽ ഒരു വിധത്തിൽ തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥന കൊണ്ട് നടന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബ്ലഡ് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്താൽ എന്താ. ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. 3-ാമത്തെ ദിവസം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിൽ കൂടെ എന്തോ എഴയുന്നതായിട്ട് തോന്നി. നോക്കുമ്പോൾ കാല് പൊട്ടി ഒഴുകി രക്തവും പഴുപ്പുമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനതെല്ലാം തുടച്ച് വൃത്തിയാക്കി. പക്ഷേ എനിക്ക് ഭയമൊന്നും ഉണ്ടായില്ല. വിശുദ്ധ തൈലമെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ 3 ദിവസം പുരട്ടി. ഒരു അടയാളം പോലുമില്ലാതെ ആ മുറിവ് എനിക്ക് കരിയിച്ചു തന്നു. അതിനുശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വായിലൊരു മുറിവുണ്ടായി. അതിനെ അമ്മ മാതാവ് പരീക്ഷിക്കാൻ വേണ്ടി തന്നാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ തൈലമൊന്നും പുരട്ടിയില്ല. വേറെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഒരു ഗുളികയും കഴിച്ചു, അത് പേസ്റ്റും പുരട്ടി. പക്ഷേ 45 ദിവസമായപ്പോഴത്തേക്ക് മുറിവ് വലിയ രീതിയിൽ വളർന്നു. അപ്പോൾ എനിക്ക് തോന്നിയിടാ, ഈ ഉപ്പും തേനും തൈലും ഇവിടെ ഇരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ അതിന് പോയത്? ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി 3 കൂടെ മിക്സ് ചെയ്തെൻ്റെ വായിൽ പുരട്ടി. 3-ാമത്തെ ദിവസം അതും കരിഞ്ഞു പോയി. അങ്ങനെ എൻ്റെ 3-ാമത്തെ സാക്ഷ്യം. ഇനിയുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. 28 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു വലിയ രോഗമുണ്ട് എനിക്ക്. മറ്റൊന്നുമല്ല, രാവിലെ 7 മണിക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ എപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ശകലം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശരീരം കൊഴിഞ്ഞ് താഴെ വീഴും. അതായിരുന്നു എൻ്റെ ഒരവസ്ഥ. ഇത് കാരണത്താൽ ഞാൻ എങ്ങും പോകത്തില്ല. അഥവാ പോകണമെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് ഞാൻ ആദ്യം തന്നെ ചെയ്യും, അല്ലെങ്കിൽ നടക്കുകയില്ല. അങ്ങനെ അച്ഛൻ്റെ ഈ ധ്യാനമൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പറയും, ഉപവസിക്കുന്നതിനെക്കുറിച്ച് പറയും. അപ്പം ഞാൻ ചിരിച്ചും കൊണ്ട് അച്ഛനോട് തന്നെ പറയും, ഞാനങ്ങനെ ഉപവസിക്കുന്നത് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് എനിക്ക് ഉപവസിക്കാൻ കഴിയുമോ? കഴിയത്തില്ല.
2 പ്രാവശ്യം ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. അപ്പോൾ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ നിയോഗം വെക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടെ കേട്ടപ്പോൾ ഞാൻ അതങ്ങ് നിർത്തലാക്കി. അങ്ങനെ 2025 ജപമാല റാലി വന്നു. അപ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഡിസ്ക് കംപ്ലൈൻറ്റാണ്, 1 കിലോമീറ്റർ പോലും നടക്കാൻ പറ്റില്ല, പിന്നെ എൻ്റെ ഭക്ഷണകാര്യം നിനക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് ഒന്ന് പൊയ്ക്കളാം. അങ്ങനെ ഞങ്ങൾ 6 മണിക്ക് ഇവിടെ വന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് തലേന്ന് തന്നെ ഒരു ബാഗിനകത്ത് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത്. കാര്യം എനിക്കറിയാം എൻ്റെ അവസ്ഥ, ശകലം പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ കൈ കിട്ടുന്നവരെ പിടിച്ചാൽ തിന്നുകളയും, അതാണ് എൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ ഞാൻ ഒരു കുപ്പി വെള്ളമായിട്ട് ചെറിയൊരു കുപ്പി വെള്ളം, ബാക്കിയെല്ലാം എൻ്റെ മകൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ് ബാഗ് നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ്. ജപമാല കയ്യിലുണ്ട്. ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് ഇവരെ ആരെയും ശ്രദ്ധിച്ചില്ല, എങ്ങും നിന്നതുമില്ല ഇരുന്നതുമില്ല. ഈ ചെറിയ കുപ്പി വെള്ളം കുടിച്ചുകൊണ്ട് 12 മണിയായപ്പോൾ അർത്തിങ്കൽ പള്ളിയിലെത്തി. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോൾ എന്നെ ഇത് ആര് കൊണ്ടുവന്ന് എന്ന് എനിക്ക് പോലും അറിയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ പോലും നടക്കാൻ പറ്റത്തില്ല, വിശപ്പ് സഹിക്കാൻ കഴിയത്തില്ല. അവിടുന്ന് ഞാനൊരു കഞ്ഞി വാങ്ങിച്ചു കുടിച്ചപ്പോൾ കുടിക്കാൻ പറ്റിയില്ല. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ ഞാൻ നോർമൽ കണ്ടീഷനാണ്. സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം മതി. അന്ന് മുതൽ ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. പിന്നെ ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ ഉപവാസം മുടക്കിയിട്ടില്ല. പള്ളിയിൽ പോകാൻ തുടങ്ങി. എല്ലാ ദിവസവും കുർബാന പോയി കാണും. പിന്നെ മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നത്, ഒരു വരുമാനവും ഇല്ലാത്ത എനിക്കിങ്ങനെ സഹായിക്കാൻ പറ്റും. പക്ഷേ എവിടുന്നാന്ന് അറിയത്തില്ല, എവിടുന്നൊക്കെയോ കിട്ടുന്നതെല്ലാം കൊടുക്കും. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എന്നെ എല്ലാവരും വെറുത്ത് പോയത്. കണ്ടവർക്ക് നാട്ടുകാർക്കൊക്കെ കൊടുക്കുമായിരുന്നു. ഒരു ദുഷിച്ച ജീവിതം എൻ്റെ ജീവിതത്തിലായിരുന്നു. ലഹരി സാധനം ഉപയോഗിക്കത്തില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. അവസാനം ഒന്നുമില്ലാതെ പോയി. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈശോയും അമ്മയെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. എൻ്റെ ജീവിതാവസാനം വരെ കർത്താവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കണമെന്നും എൻ്റെ ആത്മാവ് നിത്യതയിലെത്തണമെന്നും വളരെയധികം ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഇത് തന്നെ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവന്ന് പെൻഷൻ കിട്ടുമ്പം അതിൽ കൂടുതൽ അവർക്ക് കൊടുക്കും. പത്രം, പിന്നെ എല്ലാവർക്കും ഈ വിശ്വാസ പ്രമാണം, പിന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എല്ലാത്തിലും വെച്ച് കൊടുക്കും. തൈലം വിശ്വാസ പ്രമാണം ചെല്ലിപ്പരട്ടി കൊടുക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ, തൈലം കൊണ്ടുവന്ന് സുഖമില്ലാത്ത ആൾക്കാർക്ക് നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. എന്നെക്കൊണ്ട് കഴിയുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എൻ്റെ ജീവിതാവസാനം വരെ ഈ ഉടമ്പടിയിൽ ജീവിക്കുക. ആത്മീയ ജീവിതം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ജപമാല ചൊല്ലുക ഒരു ദിവസം പോലുമില്ല, എല്ലാ ദിവസവും ജപമാല ചൊല്ലും. അത് സമയം കണ്ടെത്തി ഞാൻ ചൊല്ലിയിരിക്കും ജപമാല. മാതാവുമായിട്ട് ഇത്രയും ഞാൻ അടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ച, കാരണം മാതാവിന് എനിക്ക് അത്ര വലിയ കാര്യമല്ലായിരുന്നു. ഒരിക്കലും ആ മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടതാണ്. പക്ഷേ ഇന്ന് ഞാൻ പലപ്പോഴും പറയുമെന്ന് കാണാം, പക്ഷേ കാണാൻ പറ്റില്ല. ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ഇവിടെ വന്ന സമയത്ത്, ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് അവിടെ വെച്ച് എനിക്കൊരു സുഗന്ധാഭിഷേകം ഉണ്ടായി. ഞാൻ വിചാരിച്ച ആരെങ്കിലും സ്പ്രേ അടിച്ചുകൊണ്ട് വന്നേ ആയിരിക്കും. അതും കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ച് കൊണ്ടായി. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചേ, ഇവരിവിടൊക്കെ അടിച്ചിട്ടേക്കുന്ന ആർക്കെങ്കിലും ഈ മണം കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് മുതൽ പല പ്രാവശ്യം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ആ മണം ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് സുഗന്ധാഭിഷേകത്തിന് വേണ്ടിയിട്ട്. കൂടുതലും ഞാൻ ആത്മീയമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതാവസാനം വരെ ഈ ജീവിതത്തിൽ അമ്മ മാതാവിനോടും പാപ്പായോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. കണ്ണീരോടെ നാം വരുന്നു. പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയിലൂടെ ഈശോയിൽ നിന്ന് നാം ആശ്വാസം അനുഭവിക്കുന്നു. ദുഃഖങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നുമെല്ലാം ഒരാശ്വാസമാണ്. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കണ്ണീരോടെ വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. സുഗമമായ വഴിയിലൂടെ തളരാതെ ഇടറാതെ നമ്മെ താങ്ങി നിർത്തുന്ന ഒരമ്മ. ആ അമ്മയുടെ സ്നേഹവും കരുണയും അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. സർസൺ എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ എങ്ങനെ മുന്നോട്ട് എന്ന വിചാരത്തിൽ, വിഷമത്തിൽ, ആ സങ്കട നിമിഷങ്ങളിൽ, ഒന്നും ഇല്ല എല്ലാം കൈവിട്ടു പോയി എന്ന നിമിഷങ്ങളിൽ മലപ്പുറത്തുള്ള വൃദ്ധസദനത്തിൽ ശുശ്രൂഷയ്ക്കായി എത്തിയതാണ് സർസൺ എന്ന സഹോദരൻ. ആരോ കൃപാസനത്തെപ്പറ്റി സംസാരിക്കുകയും കൃപാസനം അമ്മയെപ്പറ്റി അറിയുകയും പിന്നീട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് 3-ാം ദിവസം തന്നെ വന്ന് പ്രാർത്ഥിച്ചത് ഇതിങ്ങനെയായിരുന്നു: എനിക്ക് ഭവനമില്ല, എൻ്റെ ബന്ധുക്കാരാരുമില്ല, ഒരിടമില്ല കയറി കിടക്കാൻ,
ഒരു സ്ഥലമില്ല പോകുവാൻ. വൃദ്ധസദനത്തിൽ ശുശ്രൂഷകനായിട്ട് എത്ര നാളിനെ മുന്നോട്ട് പോകണമെന്ന് അമ്മയുടെ കാൽക്കൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ച് 3-ാം ദിവസം വീട്ടിൽ ആ ശുശ്രൂഷ വൃദ്ധസദനത്തിൽ എത്തിയപ്പോൾ തന്നെ അവിടെ പ്രാർത്ഥിക്കാനും ഉടമ്പടിയുടെ നിയമപ്രകാരം നിബന്ധനകളനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കൊരു സൗകര്യമില്ല പ്രാർത്ഥിക്കാൻ, ഒരു ഭവനമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരിടമുണ്ടാകുമെന്നാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുത്ത 3-ാം ദിവസം വിദേശത്ത് നിന്ന് പഴയ ഒരു ബന്ധു ഫോൺ വിളിക്കുകയാണ്. ഒരു കൂട്ടുകാരൻ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ വിളിച്ചിങ്ങനെയാണ് പറയുന്നത്, നീ ഇനി അവിടെ നിൽക്കേണ്ട, ഞാനൊരു സ്ഥലം തരാമെന്നാണ്. ചെന്നപ്പോൾ ഒരു നല്ല ഫ്ലാറ്റും പിന്നീട് ഈ സഹോദരൻ ഉപയോഗിക്കാനുള്ളൊരു സ്കൂട്ടിയുമാണ് ഈ കൂട്ടുകാരൻ മേടിച്ചു കൊടുത്തത്. അവിടെ വലിയൊരു പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലാണ് സരസൻ എന്ന സഹോദരൻ്റെ ജീവിതത്തിൽ നടന്നത്. പരിശുദ്ധ അമ്മയുടെ കാൽക്കൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴേ ഉടമ്പടി ഉടനടി പരിഹാരം എന്ന പോലെ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ കൂട്ടുകാരൻ വന്ന് സഹായിക്കുകയാണ്. ആദ്യമൊക്കെ അധികം സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നീട് വീണ്ടും ഈ കൂട്ടുകാരൻ തന്നെ നാട്ടിൽ വന്നപ്പോൾ വീണ്ടും വിളിക്കുകയാണ്, സരസൻ എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞ്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും സ്നേഹവും എന്ന് പറയുന്നത്. പിന്നീട് അവിടെയാണ് ഈ മകൻ തുടർന്നുകൊണ്ട് പോകുന്നത്. സ്വന്തമായിട്ടൊരു ഫ്ലാറ്റും സ്കൂട്ടിയും എല്ലാം പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ല സാഹചര്യം, ഒരു സിറ്റുവേഷനാണ് ഒരുക്കി കൊടുത്തത്. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിട്ടാണ് സഹോദരൻ സാസ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് കണ്ട ഒരു സ്വപ്നമാണ്. ആ നല്ല സന്തോഷത്തിൻ്റെ ദിവസങ്ങളിൽ വീണ്ടും ഒരു സ്വപ്നം കാണുകയാണ്. സാസം തന്നെയാണ് വലതുകാൽ നീര് വയ്ക്കുകയും വേദന വരുന്നതുമായിട്ട് ഒരു സ്വപ്നം. പിന്നീട് 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വലതുകാലിൽ ഇൻഫെക്ഷനായി. അവ വളരെ സീരിയസ് ആയി. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വളരെ ഇൻഫെക്റ്റഡ് ആണ്, ഇത് സീരിയസ് ആണെന്ന് പറഞ്ഞ് ഡോക്ടർ ഒന്നും ചെയ്യാനില്ല എന്ന്. ചിലപ്പോൾ കാല് അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു. പിന്നീടാണ് ഈ മകന് വീണ്ടും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണിച്ചില്ലിൻ്റെ ഫലമായിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോയി. പക്ഷെങ്കിൽ ആ പ്രാർത്ഥിച്ച് ഇരുന്നോണ്ട് ദിവസം തന്നെയാണ് പെട്ടെന്ന് കാലിൽ നിന്ന് എന്തോ പൊട്ടി ഒഴുകുന്ന പോലെ തോന്നിയത്. അത് ആ കിടന്നിരുന്ന ഇൻഫെക്ഷനായി കിടന്നിരുന്ന പഴുപ്പും രക്തവും വെള്ളവും കൂടിയായിരുന്നു ആ ഒഴുകിപ്പോയത്. പിന്നീട് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കംപ്ലീറ്റായിട്ട് ഹീലാവുകയാണ്, കംപ്ലീറ്റായിട്ട് സൗഖ്യപ്പെടുകയാണ് ചെയ്തത്. ഇവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ്. പഴുപ്പ് മുഴുവൻ മാറി. അത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലോ ഉടമ്പടി വസ്തുക്കളിലൂടെ മാത്രമാണ് ഈ മകന് സൗഖ്യം കിട്ടിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് വായിലുണ്ടായിരുന്ന മുറിവും ഉടമ്പടി വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിന് ഫലമായിട്ടാണ്. പിന്നീട് പറഞ്ഞ കാര്യം 28 വർഷം ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു. എപ്പോഴും ഭക്ഷണം കഴിക്കണം, എത്ര ഭക്ഷണം കഴിച്ചാലും അത് തീരില്ല. ഭക്ഷണവും എല്ലാം പാക്ക് ചെയ്തുകൊണ്ടാണ് ഈ സഹോദരന് ജപമാല റാലിക്ക് പോരുന്നത്. സ്വന്തം സഹോദരിയാണ് വിളിച്ചത്. പക്ഷെങ്കിൽ ജപമാല റാലിക്ക് വരാൻ ആഗ്രഹമില്ല, ഈ ഫുഡ് പ്രശ്നമുള്ളതുകൊണ്ട്. അതുകൊണ്ട് പിന്നീട് പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെങ്കിൽ സഹോദരിയുടെ മകൻ്റെ കയ്യിൽ ഇനഫ് ഫുഡ്, ഭക്ഷണം കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ ആ ഭക്ഷണവുമായിട്ടാണ് വന്നത്. പക്ഷെങ്കിൽ വന്നപ്പോൾ സാൻസണെല്ലാം മറന്നുപോയി. ഒരു കുപ്പി വെള്ളം മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് അർത്തങ്കൽ വരെ ജപമാല റാലി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ ആ അസുഖം വന്നിട്ടില്ല. 28 വർഷമാണ് ഈ സഹോദരൻ ആ അസുഖത്തിൽ നിന്നും തുടർച്ചയായിട്ടുള്ള ആഹാരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ആ പ്രശ്നത്തിൽ നിന്നും പരിഹാരമായിട്ട് പരിശുദ്ധ അമ്മ സൗഖ്യപ്പെടുത്തി കൊടുത്തത്. ഇവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ് ഈ മകൻ്റെ ജീവിതത്തിൽ. പറഞ്ഞു തീർക്കുന്ന സാക്ഷി എങ്ങനെയാണ്, എനിക്കൊരു പുതിയ ജീവനാണ് ഈശോയും അമ്മയും തന്നത്, ഇനി നിത്യത വരെ എൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്നാണ്. സാർസൻ്റെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. കൂട്ടുകാരനിലൂടെയും രോഗസൗഖ്യത്തിൽ കൂടെയും 28 വർഷമുണ്ടായിരുന്ന ആ ഭക്ഷണത്തിൽ നിന്നുള്ള ആ രോഗത്തിൽ നിന്നുള്ള സൗഖ്യമാണ് ഏറ്റവും വലിയ സൗഖ്യമെന്നാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പല ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതിനൊന്നും ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. അത് ജീവിതത്തിൽ ഒരു സൗഖ്യമാകാത്ത ഒരു കാര്യമായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈശോയുടെയും അമ്മയുടെ ഇടപെടൽ വന്നത്. ഉടമ്പടിയിൽ നമ്മുടെ ജീവിതത്തിലും വിഷമസന്ധിയിൽ വിഷമ ഘട്ടങ്ങളിൽ ഈശോയിലും അമ്മയിലും വിശ്വാസമർപ്പിച്ച് കണ്ണീരോടെ നമ്മൾ ഈ ആലയത്തിൽ വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൃപാസനം അമ്മയാണ് നമ്മെ കരം പിടിച്ച് കൊണ്ടുപോകുന്നത്.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയിൽ കരയുന്നത് ഒരു ദുർബലമല്ല, അത് വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മെ നേരായ വഴിയിലൂടെ നടത്താനും ഒരിക്കലും ഇടറാതിരിക്കാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സാർസന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.